വേനൽ കടുത്തതോടുകൂടി വൻ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ക്ഷീര കർഷകർ. ജലാശയങ്ങൾ വറ്റിയതോടുകൂടി ജലദൗർലഭ്യവും കുന്നുകൾ പൂർണ്ണമായും കരിഞ്ഞുണങ്ങിയതോടെ പുല്ലുകൾ ലഭ്യതയില്ലാതായതും പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിക്കുകയാണ്. വർദ്ധിച്ച ചൂട് പാൽ ഉൽപാദനത്തിൽ വലിയ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കടുത്ത വേനൽ ക്ഷീരമേഖലയെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. പാൽ ഉൽപാദനത്തിൽ വലിയ രീതിയിലുള്ള കുറവ് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. പശുക്കളെ ശരീര ഊഷ്മാവ് കൂടാതെ സംരക്ഷിക്കുന്നതിന് ധാരാളം ജലം ആവശ്യമുണ്ട്. പുല്ലിൻ്റെ ലഭ്യതയാണ് മറ്റൊരു പ്രതിസന്ധി. കുന്നുകൾക്ക് തീപിടിച്ചതും നട്ടുപരിപാലിച്ചിരുന്ന തീറ്റപ്പുല്ല് കരിഞ്ഞുണങ്ങിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചിവരവ് കുറഞ്ഞതും ക്ഷീരമേഖലയെ പിന്നോട്ടടിക്കുകയാണ്. കന്നുകാലി വളർത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ചെക്ക് ഡാമിലെ വെള്ളം ഉപയോഗിച്ചായിരുന്നു ഞങ്ങളുടെ കൃഷിയും കന്നുകാലി പരിപാലനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ചെക്ക് ഡാമിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണാം. ഏലം ഇതുപോലെ തന്നെ മുഴുവൻ ഏലം ഉണങ്ങി കൃഷി ഇപ്പം തുടരാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. കാട്ടറി മൂലം പുല്ല് ഉണങ്ങുകയും ക്ഷീരകർഷകർക്ക് അടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യാം. കാരണം പാലുൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് മിൽമയിൽ കൊടുക്കാനുള്ള പാല് പോലും ലഭ്യമാകുന്നില്ല. പശുക്കൾ ചുരത്തുന്ന പാലിന്റെ അളവ് ചൂട് കടുത്തതോടെ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പാൽ സംഭരണ കേന്ദ്രങ്ങളിൽ മുൻപ് അളന്നതിന്റെ പകുതി പാൽ മാത്രമാണ് ഇപ്പോൾ അളക്കുന്നത്. ക്ഷീരവികസന വകുപ്പ് കർഷകർക്ക് സഹായകരമാകുന്ന രീതിയിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. കൈരളി ന്യൂസ്, ഇടുക്കി.